യേശുവിനെ വിശ്വസിക്കുന്ന വ്യക്തി ആണോ പെണ്ണോ എന്നുള്ളതല്ല, ശാരീരിക ബലമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചിരിക്കുന്ന ഏത് വ്യക്തി ജനത്തിൽ കർത്താവിനെ സാക്ഷീകരിച്ചു പറ്റുകയും ഇത് തീർച്ചയായും ഒരു അപൂർവമായ കാഴ്ചയാണ്, വിസ്മയാവകമായ ഒരു കാഴ്ചയാണ്. ഈ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെപ്പോലെ ആരോഗ്യമോ കൈകാലികൾക്ക് വേണ്ടുന്ന ശേഷിയോ ഒന്നുമില്ലെങ്കിലും യേശു എന്ന് കേൾക്കുമ്പോൾ അവന് ഭയങ്കര ആവേശമാണ്. സ്നാനപ്പെടുവാനുള്ള പ്രായവും പക്വതയും കുഞ്ഞിനുണ്ട്. തീർച്ചയായും ഈ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായ ഒന്നാണ്. ഈ കുഞ്ഞ് സ്നാനമേൽക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നു. ഈ കുഞ്ഞിനേക്കാൾ ആരോഗ്യമുള്ള, ബുദ്ധി പ്രാപ്യമുള്ള എല്ലാവരും ധാരാളം പേര് ഇവിടെയുണ്ട്, സ്നാനപ്പെടാത്തവർ. ഇനിയും നിങ്ങൾക്ക് ഇതിനകത്തൊന്നും വിട്ടൊഴിഞ്ഞ് നിൽക്കാൻ പറ്റില്ല. എത്രയും വേഗം തീരുമാനമെടുത്തേ പറ്റുകയുള്ളൂ. ഈ കുഞ്ഞിനോട് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായിട്ട് അവന് മറുപടി പറയാൻ പറ്റില്ല എങ്കിൽ പോലും ഉൾത്തടത്തിൽ ആ ചിന്തകൾ കുഞ്ഞിനെ നന്നായിട്ട് സ്വാധീനിക്കും. ഞാൻ പ്രിയ രഹാനോട് ചോദിക്കുന്നു, മോനെ, യേശു രക്ഷകനും കർത്താവും ദൈവമാണെന്ന് വിശ്വസിക്കുന്നു? നാമത്തിന് വേണ്ടിയാണ് യേശു മരിച്ചതെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ആ യേശു 33.5 വർഷം പാർത്തലത്തിൽ ജീവിച്ചു. ആക്ഷേപരഹിതമായി, നിരപവാദ്യനായി, ഒരു തെറ്റും ചെയ്യാതെ ഈ പാർത്തലത്തിൽ നമുക്ക് ജീവിച്ചൊരു മാതൃക കാട്ടിത്തന്നു. ആ യേശു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് പിതാവിന്റെ വലഭാഗെ ജീവിക്കുന്നു. ആ യേശു അവിടെ ചെന്ന് നമുക്ക് പരിശുദ്ധാത്മാവിനെ പകർന്നു തന്നു. ആ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടെ ജീവിക്കുന്ന സഭയെ ചേർക്കാൻ ആ യേശു എത്രയും വേഗം മടങ്ങി വരും. ആ മടങ്ങി വരവിൽ ഞാൻ യേശുവിനോടൊപ്പം ചേർക്കപ്പെടും എന്ന് രഹാൻ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണം എന്നുള്ള ദൈവവചനത്തിന്റെ വ്യവസ്ഥ പ്രകാരം ഈ കുഞ്ഞിനെ ഈ ജലത്തിൽ സ്നാനപ്പെടുത്തുവാൻ അവന്റെ സാക്ഷ്യവാചകം അനുസരിച്ച് അവന്റെ വാമൊഴി പ്രകാരം ദൈവവചനത്തിന് പ്രകാരം ഈ കുഞ്ഞിനെ സ്നാനപ്പെടുത്തുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ ഈ കുഞ്ഞിനെ അവന്റെ വിശ്വാസം അനുസരിച്ച് തിരുവഴുത്തുകൾ പ്രകാരം ഞാൻ ഈ ജലത്തിൽ മുഴുകൽ സ്നാനം കഴിപ്പിക്കുന്നു. പിതാവേ, നല്ല ദൈവമേ, കുഞ്ഞിനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അഭിഷേകത്തിന്റെ നിറവാത്മനിയോഗത്തിന്റെ ബലം, ദൈവശക്തിയുടെ വ്യാപാരമൊക്കെ പകർന്നു കൊടുത്ത് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കും. ആമേൻ, 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 ആമേൻ. ആത്മസ്നാനവും അഗ്നിസ്നാനവും നിന്റെ കൈക്കീഴിലല്ലയോ? ആത്മസ്നാനവും അഗ്നിസ്നാനവും നിന്റെ കൈക്കീഴിലല്ലയോ? എന്തിനു പിന്നെ വെള്ളത്തിൽ സ്നാനമെന്റെ കൈകളാലേൽക്കുന്നു? എന്തിനു